മമ്മൂട്ടി വിനായകൻ ചിത്രം കളങ്കാവൽ ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ സയനൈഡ് മോഹന്റെ കഥയാണെന്നായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്ത. സിനിമയുടെ പോസ്റ്ററുകളും മമ്മൂട്ടിയുടെ മിസ്റ്റീരിയസ് ലുക്കുമൊക്കെ ആ വാർത്തയ്ക്ക് കരുത്തു പകരുകയും ചെയ്തു. എന്നാൽ കളങ്കാവൽ സയനൈഡ് മോഹന്റെ കഥയല്ലെന്നും സിനിമയിൽ സയനൈഡ് ഉപയോഗിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ കഥ അറിയണം. അസ്ഥി പോലും മരവിക്കുന്ന കൊടും ക്രൂരതയുടെ ആ ഒടുക്കത്തെ കഥ. 2007 മെയ് 29 അന്ന് ബംഗളൂരു ഉപ്പാർപേട്ട് KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറിക്കടുത്തേക്ക് സ്ത്രീകൾ തങ്ങളുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ എത്തുന്നു. എന്നാൽ ശുചിമുറി അകത്തുനിന്നും പൂട്ടിയ നിലയിൽ. മണിക്കൂർ 2-3 കഴിഞ്ഞിട്ടും ശുചിമുറി തുറക്കാതായതോടെ പലരും ശുചിമുറിയുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങി. എന്നാൽ ക്ഷമ നശിച്ച അവർ അകത്തുനിന്നും അനക്കമൊന്നും കേൾക്കാതായതോടെ വാതിൽ തള്ളി തുറന്നു. ആ കാഴ്ച കണ്ടതും അവർ മരവിച്ചു പോയി. അകത്ത് സുന്ദരിയായ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. വിവാഹ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വിവരമറിഞ്ഞ് പോലീസ് എത്തി. ആ സ്ഥലമൊക്കെ അരിച്ചു പറക്കിയിട്ടും അവർ ആരെന്ന് തെളിയിക്കുന്ന യാതൊന്നും കണ്ടെത്താനായില്ല. അന്ന് ആ ശുചിമുറിയിൽ വീണു മരിച്ച ആ അജ്ഞാതയായ യുവതി കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറത്ത് കർണാടകയിലെ ഹസനിലെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ പൊതു ശുചിമുറിയിലും ഒരു സ്ത്രീയെ വീണു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. വിവാഹ വസ്ത്രവും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞു കിടക്കുന്ന ആ യുവതിക്ക് 22 വയസ്സിലേറെ പ്രായം തോന്നിക്കില്ല. അവരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തും വിധം ഒന്നും പോലീസിന് ലഭിച്ചില്ല. യുവതി ശുചിമുറി അകത്തു നിന്നും പൂട്ടിയ ശേഷം ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു പോലീസ് കണ്ടെത്തൽ. ആരെങ്കിലും അന്വേഷിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ പോലീസ് കുറച്ചുനാൾ മൃതദേഹം സൂക്ഷിച്ചെങ്കിലും പിന്നീട് അജ്ഞാത ജഡമായി കരുതി മറവ് ചെയ്തു. ഹസനിലെ ശുചിമുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് തലേ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2009 ഒക്ടോബർ 4 കർണാടകയിലെ ബൻഡ്വാളിലെ റൂറൽ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് ഒരു സംഘം ആളുകൾ രോഷാകുലരായി എത്തുന്നു. കല്ലും കമ്പിയും മറ്റു മാരകായുധങ്ങളുമൊക്കെ ആയിട്ടായിരുന്നു അവരുടെ വരവ്. തങ്ങളുടെ പ്രശ്നത്തിന് ഉടൻ പോലീസ് പരിഹാരം കണ്ടില്ലെങ്കിൽ സ്റ്റേഷൻ കത്തിക്കുമെന്നായിരുന്നു അവരുടെ ഭീഷണി. അവരുടെ ശരീരഭാഷയും മുഖത്തെ അമർഷവും അവരത് ചെയ്യുമെന്ന് വിളിച്ചു പറയുന്നതായി പോലീസുകാർക്ക് തോന്നി. അവരെന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ എന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ദേഷ്യത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ ആദ്യം തലകുനിച്ചു നിൽക്കാനേ ആ പോലീസുകാർക്കായുള്ളൂ. തങ്ങളുടെ സഹോദരി അനിതയെ കാണാതായിട്ട് 110 ദിവസം കഴിഞ്ഞു. 22 വയസ്സ് മാത്രമേ അവൾക്കുള്ളൂ. 2009 ജൂൺ 17 ഭാര്യമാറുകാരിയായ അവൾ BC റോഡിലേക്കുള്ള ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഇതുവരെ ഒരു വിവരവുമില്ല. ഞങ്ങൾ മംഗലാപുരത്തെ DK ജില്ലാ ആസ്ഥാനത്തുള്ള പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകി. പക്ഷേ ഒരു തുമ്പുമില്ല. ഇനിയും നിങ്ങൾ ഈ കേസ് അട്ടിമറിക്കാനും അവഗണിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കത്തിക്കും. എത്രയും വേഗം അനിതയെ കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. അവരുടെ ആ തീപ്പൊരി ചിതറുന്ന വാക്കിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അനിതയുടെ തിരോധാനത്തിന് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് പ്രതിഷേധക്കാരുടെ നേതാവ് ആരോപിച്ചു. സ്ത്രീകളെ പ്രണയക്കെണിയിൽ വീഴ്ത്തി വശീകരിച്ച് തീവ്രവാദികൾക്കൊപ്പം ചേർക്കുകയാണെന്ന് വരെ അയാൾ ആരോപിച്ചു. കാര്യങ്ങൾക്ക് വർഗീയ മുഖം നൽകുന്നതിന്റെ അപകട സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടു. ഈ സമയത്താണ് കോസ്റ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ B. നാഗരാജ ഷെട്ടി പ്രതിഷേധക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ 15 ദിവസത്തിനുള്ളിൽ അനിതയെ കണ്ടെത്തിയിരിക്കും എന്ന് അദ്ദേഹം ഉറപ്പു നൽകി. സർക്കിൾ ഇൻസ്പെക്ടർ നഞ്ചുണ്ടഗൌഡയും സബ് ഇൻസ്പെക്ടർ ശിവപ്രകാശും ആ ഉറപ്പ് ആവർത്തിച്ചു. പോലീസ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. അന്വേഷണം പല വഴിക്ക് നീണ്ടു. അങ്ങനെയാണ് പോലീസ് അനിതയുടെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുന്നത്. അനിതയുടെ ലാൻഡ് ലൈൻ റെക്കോർഡുകൾ പ്രകാരം അനിത പതിവായി രാത്രി വൈകിയും ഒരാളോട് ദീർഘനേരം സംസാരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ നമ്പറിന്റെ ഉടമസ്ഥ മടിക്കേരിയിലെ കാവേരി മങ്കുവായിരുന്നു. അവരെ തിരിഞ്ഞ് മടിക്കേരിയിലെത്തിയ പോലീസിനെ കാത്തിരുന്നത് മറ്റൊരു ദുരൂഹതയായിരുന്നു.
കാവേരിയെയും കാണാനില്ല. കാവേരിയുടെ CDR രേഖകൾ പരിശോധിച്ച പോലീസ് അവരുടെ കുടുംബത്തിൽ ആർക്കും അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് കാവേരിക്ക് നിരവധി കോളുകൾ വന്നതായി കണ്ടെത്തി. ഈ നമ്പറിനെ പറ്റിയുള്ള അന്വേഷണം എത്തിച്ചേർന്നത് കാസർഗോഡിലെ പുഷ്പ വസുകോടയിലായിരുന്നു. എന്നാൽ അവിടെയും പോലീസിന് അന്വേഷണം വഴിമുട്ടി. കാരണം അവിടെയും കാണാനില്ല. പുഷ്പയുടെ കോൾ റെക്കോർഡുകൾ ട്രേസ് ചെയ്ത പോലീസ് മറ്റൊരു സ്ത്രീയിലേക്ക് എത്തി. പുത്തൂരുകാരി വിനുത പിജിന. വിനുതയുടെ ഫോൺ രേഖകൾ കാണാതായ മറ്റൊരു സ്ത്രീയിലേക്കും ഈ സ്ത്രീയുടെ ഫോൺ രേഖകൾ മറ്റൊരു സ്ത്രീയിലേക്കും നയിച്ചു. എല്ലാ നമ്പറുകളും ചിലന്തി വല പോലെ പരസ്പരം ബന്ധിതം. അങ്ങനെയാണ് ഈ നമ്പറുകളുടെ എല്ലാം ഡാറ്റ വിശകലനം ചെയ്യാൻ പോലീസ് ഒരു സംഘത്തെ ഏൽപ്പിക്കുന്നത്. ഈ പരിശോധന ഫലം കണ്ടു. പോലീസ് ട്രാക്ക് ചെയ്തിരുന്ന എല്ലാ ഫോണുകളും മംഗളൂരുവിലെ ഡറലക്കട്ടെ എന്ന ഗ്രാമത്തിൽ സജീവമായിരുന്നവയാണ്. പിന്നെ പോലീസ് അമാന്തിച്ചില്ല. ഡറലക്കട്ടയിലെ ചെറിയ ഹോട്ടലുകളിലും ലോഡ്ജുകളിലും പരിശോധന നടത്തി. പെൺവാണിഭമടക്കം കേസിനെ സംബന്ധിച്ച പല സാധ്യതകളും പോലീസ് പരിശോധിച്ചു. അങ്ങനെയാണ് ധനുഷ് എന്ന ആ ചെറുപ്പക്കാരനിലേക്ക് അന്വേഷണം എത്തുന്നത്. പോലീസ് തിരഞ്ഞിരുന്ന ആ നമ്പർ തന്റെയല്ലെന്നും തനിക്ക് ആ ഫോൺ നൽകിയത് തന്റെ അമ്മാവനായ മോഹൻകുമാർ ആണെന്നും ധനുഷ് പറഞ്ഞു. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ മറ്റൊരു സ്ത്രീയായ സുമിത്ര ശേഖര പൂജാരിയുമായി ഫോണിൽ ശൃംഖരിക്കുകയായിരുന്നു കഥയിലെ യഥാർത്ഥ വില്ലൻ. അമ്മാവനെ പറ്റി കൂടുതൽ അന്വേഷിച്ച പോലീസ് വിളറി വയർത്തു. കാരണം ഒരു കുറ്റവാളി എന്ന് ഒരിക്കലും സമൂഹം ചിന്തിക്കാത്ത ആളായിരുന്നു അയാൾ. നാട്ടുകാരുടെ മുന്നിൽ ഒരു പാവം ഇമേജ് ഉണ്ടായിരുന്ന ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ. 1980 മുതൽ കായിക അധ്യാപകനായി ജോലി ചെയ്യുന്ന അയാൾ നാട്ടുകാർക്കെല്ലാം ഏറെ പ്രിയങ്കരനാണ്. കുട്ടികൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ട മാഷാണ് അദ്ദേഹം. കന്യാന ബണ്ട്വാളിലെ അങ്ങാടിയുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ അദ്ദേഹം 2003 വരെ പഠിപ്പിച്ചു. താൽക്കാലിക നിയമനമായിരുന്നു. എന്നാൽ അയാൾ 2003 ജോലി രാജിവെച്ചു. 3 തവണ വിവാഹിതനായ അയാൾ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യമാർ വ്യത്യസ്ത വീടുകളിലാണ് താമസം. അവർ ജീവനോടെയുണ്ട്. എങ്കിലും തെളിവുകൾ അയാളിലേക്ക് തന്നെ വിരൽ ചൂണ്ടിയതുകൊണ്ട് പോലീസ് അയാളെ ഒന്ന് കാണാമെന്ന് തന്നെ തീരുമാനിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആനന്ദ് എന്ന് വിളിപ്പേരുള്ള 46-കാരൻ മോഹൻകുമാറിന്റെ തനി സ്വഭാവം പോലീസിന് മനസ്സിലായത്. 2003 മുതൽ 2009 വരെ 22 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള 32 സ്ത്രീകളെ താൻ കൊലപ്പെടുത്തിയതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. അതിൽ 4 സ്ത്രീകൾ മലയാളികളായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് 2003 മുതൽ കർണാടകയിലെ വിവിധ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളിൽ സ്ത്രീകളുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നിലുള്ള ആ രഹസ്യം പോലീസിന് മനസ്സിലായത്. തെക്കൻ കർണാടകയിലെ 5 ജില്ലകളിലെ 6 പട്ടണങ്ങളിലായാണ് 20 സ്ത്രീകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 20 മൃതദേഹങ്ങളും ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളിലായിരുന്നു. 20 സ്ത്രീകളും അകത്തുനിന്ന് പൂട്ടിയിട്ടിരുന്ന ശുചിമുറിയിൽ വിവാഹസാരി ധരിച്ചാണ് മരിച്ചു കിടന്നത്. എന്നാൽ മൃതദേഹങ്ങളിൽ ഒരു തരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല. അവയിൽ ഒരു മൃതദേഹമായിരുന്നു കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമയും. അവരെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 20 മൃതദേഹങ്ങളിൽ 8 മൈസൂർ നഗരത്തിലെ ലഷ്കർ മൊഹല്ല ബസ് സ്റ്റാൻഡിലായിരുന്നു. ബംഗളൂരുവിലെ തിരക്കേറിയ കെമ്പഗൌഡ ബസ് സ്റ്റേഷനിൽ നിന്ന് 5 മൃതദേഹവും ലഭിച്ചു. 20 കേസുകളിലും വളരെയേറെ സാമ്യതകൾ ഉണ്ടായിരുന്നു. 20 മൃതദേഹങ്ങളും ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളിലായിരുന്നു. 20 സ്ത്രീകളും അകത്തുനിന്ന് പൂട്ടിയിരുന്ന ശുചിമുറിയിൽ വിവാഹസാരി ധരിച്ചാണ് മരിച്ചു കിടന്നത്. എന്നാൽ മൃതദേഹങ്ങളിൽ ഒരു തരി പൊന്നുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അന്വേഷിക്കാനൊന്നും പോലീസ് മെനക്കെട്ടില്ല. ഒരുപക്ഷെ ആദ്യ കൊലപാതകങ്ങൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ പിന്നീടുള്ള സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു. എല്ലാ കേസുകളും അസ്വാഭാവിക മരണങ്ങൾ, ആത്മഹത്യകൾ എന്നീ കാറ്റഗറിയിലാണ് പോലീസ് പെടുത്തിയത്. 10 പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസുകൾ ഫയൽ ചെയ്തിരുന്നത്. ഇരകളെ തിരിച്ചറിയാനും അവരുടെ കുടുംബങ്ങളെ ബന്ധപ്പെടാനും പോലീസ് ശ്രമിച്ചില്ല. 20 കേസുകളിലും വിഷബാധ കണ്ടെത്തിയെങ്കിലും 2 സ്ത്രീകളുടെ രക്തസാമ്പിളുകൾ മാത്രമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. തീരെ ലഭ്യമല്ലാത്ത, ആത്മഹത്യ ചെയ്യുന്നവർ സാധാരണയായി ഉപയോഗിക്കാത്ത കൊടും വിഷമായ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് സ്ത്രീകൾ മരിച്ചത് എന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടും പോലീസ് ഉറക്കം തൂങ്ങി. ഓരോ കൊലപാതക വാർത്തയും ആത്മഹത്യയായി പോലീസ് എഴുതിത്തള്ളുന്നതും
അന്വേഷണം ഒരിക്കലും തന്നിലേക്ക് എത്താത്തതും തന്റെ ആത്മവിശ്വാസം കൂട്ടിയെന്നും മോഹൻ പോലീസിനോട് പറഞ്ഞു. പിന്നെ മോഹൻ എങ്ങനെ സയനൈഡ് മോഹനായെന്നും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു പാവം അധ്യാപകൻ എങ്ങനെ 32 പേർക്ക് കാലനായെന്നും അയാൾ തന്നെ വെളിപ്പെടുത്തി. പാവപ്പെട്ട കുടുംബത്തിലെ വിവാഹപ്രായമെത്തിയ നിരപരാധികളായ പെൺകുട്ടികളായിരുന്നു ഇയാളുടെ ഇരകൾ. എല്ലാ പെൺകുട്ടികളെയും കൊലപ്പെടുത്താൻ ഒരേ രീതിയായിരുന്നു ഇയാൾ പ്രയോഗിച്ചിരുന്നത്. സാധാരണ പോലെ ഇയാൾ പെൺകുട്ടികളെ പരിചയപ്പെടും. അതിനുവേണ്ടി ഇയാൾ മനഃപൂർവ്വം സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. പരിചയം സൗഹൃദത്തിലേക്കും സൗഹൃദം പ്രണയത്തിലേക്കും വഴിമാറും. ദീർഘകാലം ഫോണിലൂടെ സംസാരിക്കും. പരസ്പരം ഹൃദയങ്ങൾ കൈമാറും. അതിനുശേഷം യാതൊരു സ്ത്രീധനവുമില്ലാതെ ഇയാൾ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് അറിയിക്കും. വിവാഹവും തങ്ങൾ തമ്മിലുള്ള ബന്ധവും വീട്ടുകാർ അറിയരുതെന്ന് പ്രത്യേകം പറയും. വിവാഹ ദിനത്തിനായി ചൂണ്ടയിൽ ഇര കൊളുത്തി കാത്തിരിക്കുന്ന വേട്ടക്കാരന് ക്ഷമയോടെ ഇയാൾ കാത്തിരിക്കും. ഒടുവിൽ ആ ദിവസം വന്നെത്തും. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വെച്ച് വിവാഹം. പിന്നെ തന്റെ പ്രണയിനിയുമായി അടുത്തെവിടെയെങ്കിലുമുള്ള ലോഡ്ജിലേക്ക്. അതിനുശേഷം താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇയാൾ പ്രണയിനിയെ നിർബന്ധിക്കും. ഇതിനിടെ കള്ളന്മാർ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചേക്കുമെന്നും തന്റെ കയ്യിൽ അവ ഭദ്രമായിരിക്കുമെന്നും പറഞ്ഞ് ഇയാൾ തന്ത്രപരമായി യുവതികളുടെ കയ്യിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കും. പിറ്റേ ദിവസം അമ്പലത്തിൽ പോകാനും തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ തന്റെ പ്രണയിനിയുമായി തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തും. ഇനിയാണ് സയനൈഡ് മോഹന്റെ ഓപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ബസ് സ്റ്റാൻഡിലെത്തിയ ഉടൻ ഗർഭനിരോധന ഗുളികയെന്ന വ്യാജേന സയനൈഡ് പുരട്ടിയ ഗുളിക ഇയാൾ പ്രണയിനിക്ക് നൽകും. ഈ ഗുളിക കഴിച്ചാൽ ഛർദ്ദിക്കാൻ സാധ്യതയുള്ളതിനാൽ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ വെച്ച് കഴിക്കുന്നതാകും നല്ലതെന്നും ഇയാൾ പറയും. ഇയാളുടെ വാക്കനുസരിച്ച് യുവതി ശുചിമുറിയിൽ കയറും. യുവതി അകത്തു കയറി പിടഞ്ഞു വീണ് മരിക്കുന്നതും കാത്ത് ഇയാൾ അരമണിക്കൂർ അതേ ബസ് സ്റ്റേഷനിൽ ഒന്നും അറിയാത്തതുപോലെ ചുറ്റിത്തിരിയും. മരിച്ചു എന്നുറപ്പായാൽ എത്രയും പെട്ടെന്ന് ഹോട്ടൽ മുറിയിലേക്ക്. അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കും. പിന്നെ തേൻ പുരട്ടിയ വാക്കുമായി അടുത്ത ഇരയിലേക്ക്. സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി സുഖമായി ജീവിക്കാനുമാണ് താൻ കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. പിറ്റേ ദിവസം പത്രമാധ്യമങ്ങൾ പുറത്തിറങ്ങിയത് സയനൈഡിനേക്കാൾ പൊള്ളിക്കുന്ന കൊലപാതക കഥകളുമായിട്ടായിരുന്നു. ഇന്ത്യ ഇതുവരെ കാണാത്ത കേൾക്കാത്ത സീരിയൽ കില്ലറുടെ കഥകൾ. അന്ന് മോഹന് മാധ്യമങ്ങൾ മറ്റൊരു പേര് നൽകി, സയനൈഡ് മോഹൻ. 32 പേരെ താൻ കൊലപ്പെടുത്തിയതായി സയനൈഡ് മോഹൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും പോലീസിന് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞത് 20 കേസുകൾ മാത്രമാണ്. ഓരോ കേസും വെവ്വേറെയാണ് കോടതി പരിഗണിക്കുന്നത്. 20 പേരുടെ വിചാരണയ്ക്ക് വിധേയമാക്കാൻ ആവശ്യമായ തെളിവുകളും സാക്ഷികളും ശേഖരിക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. താൻ ഒരാളെ പോലും കൊന്നിട്ടില്ലെന്നും 20 സ്ത്രീകളും തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ താൻ വിസമ്മതിച്ചതിനാൽ സയനൈഡ് കഴിച്ച് അവർ ആത്മഹത്യ ചെയ്തുവെന്നും മോഹൻ കോടതിയിൽ പറയുന്നു. കേസുകളെല്ലാം മോഹൻ സ്വന്തമായാണ് വാദിക്കുന്നത്. ഇതുവരെ 5 കേസുകളിൽ വധശിക്ഷയും 14 കേസുകളിൽ ജീവപര്യന്തവും മോഹന് വിവിധ കോടതികൾ വിധിച്ചിട്ടുണ്ട്. ബലഗാവിയിലെ ഹിൻഡാൽഗ ജയിലിലുള്ള മോഹന് ഇപ്പോൾ 61 വയസ്സാണ്. മുടിയിൽ കറുത്ത ചായം പൂശി വൃത്തിയായി ചീകി പോക്കറ്റിൽ ഒരു പേനയും കുത്തി അയാളൊന്നും തരിമ്പ് കുറ്റബോധമില്ലാതെ ഇരുട്ട് വീണ ആ ജയിലഴികൾക്കുള്ളിലുണ്ട്. അയാളുടെ മുഖത്തെ ആ പരിഹാസചിരി നിങ്ങൾ കണ്ടതൊന്നുമല്ല താനെന്നും വിളിച്ചു പറയുന്നുണ്ട്. സയനൈഡ് മോഹന്റെ ജീവിതം മുൻപും ഫിക്ഷനുകളായി സ്ക്രീനുകളിൽ എത്തിയിട്ടുണ്ട്. കാരണം ത്രില്ലും ഹൊററും എന്തിന് പ്രണയവും അടക്കം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും അയാളുടെ ജീവിതത്തിലുണ്ട്. 2023 ആമസോൺ പ്രൈം വീഡിയോ റിലീസ് ചെയ്ത ദഹാദും 2025 റിലീസ് ചെയ്ത ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസും 2022 പുറത്തിറങ്ങിയ ഇന്ത്യ സീരിയൽ കില്ലർ സയനൈഡ് മോഹൻ എന്ന ഡോക്യുമെന്ററിയും ഒരേ കഥ തന്നെയാണ് പറഞ്ഞത്. കൊടും കുറ്റവാളിയായ സയനൈഡ് മോഹന്റെ കഥ. മറ്റൊരു നടുക്കുന്ന കഥയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.